നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം. ഒരു കൺസ്ട്രെയിൻസും ഇല്ല, ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഫ്രീ യൂസർ ആവണോ, നമ്മൾ ആക്റ്റീവ് യൂസർ ആവണോ, നമ്മൾ ഫാമിലി യൂസർ ആവണോ. നമ്മളൊരു ഫാമിലി യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൗൺലൈനിൽ വരുന്ന ആര് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചാലും നമുക്ക് വരുമാനം സ്റ്റേബിൾ ആയി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ 3 യൂസറായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഇതില് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ യൂസർ, ഒരു ആക്റ്റീവ് യൂസർ, ഒരു ഫാമിലി യൂസർ. ഇങ്ങനെ 3 യൂസർ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, നമ്മള് ഈ 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം കിട്ടും? നമ്മൾ ഫ്രീ ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇത്രയും അഡീഷൻസ് നമുക്ക് കിട്ടുന്നതാണ്, ഇത്രയും ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ആപ്പ് ഫ്രീ ആയിട്ട്, ഈ 2 ആപ്പും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. സേവ് ആപ്പും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഒരു പരിധി വരെ. സേവ് ആപ്പിൽ 2 തരം ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് പെയ്ഡ് ഫീച്ചേഴ്സും ഒന്ന് ഫ്രീ ഫീച്ചേഴ്സും. നേരത്തെ പറഞ്ഞ മോണിറ്റൈസ് സർവീസുകളെല്ലാം ഫ്രീ ഫീച്ചേഴ്സ് ആണ്. അത് അവർക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അതിന് സേവ് ആപ്പ് പർച്ചേസ് ചെയ്യണം എന്നില്ല. ഒരു ഫ്രീ യൂസർ ആയിക്കൊണ്ടും ആ സർവീസുകൾ അവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ പെയ്ഡ് ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് പെയ്ഡ് ആണ്. 4000 പ്ലസ് GST ആണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അതൊരു 1 ടൈം പർച്ചേസ് ആണ്. ഒരു ഇയർലി റിന്യൂവലും അതിനുണ്ട്. അപ്പൊ ഈ 4000 ആണ് കമ്പനിയുടെ റവന്യൂ വരുന്നത്. ആ 4000 കമ്പനി ഷെയർ ചെയ്യുന്നതാണ് ഈ ബിസിനസ് വരുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇതിൽ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഫ്രീ ആണ് നമ്മുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഒരേ ഇൻകം ആണ്, ഒരേ സ്ട്രാറ്റജി ആണുള്ളത്. ഇതിന് പുറമെ നമുക്കൊരു 500 പർച്ചേസ് പോയിന്റ് ഉണ്ട്. ഈ പർച്ചേസ് പോയിന്റ് നമുക്ക് റിഡീം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ സേവ് ആപ്പില്. സേവ് ആപ്പിലുള്ള പ്രൊഡക്റ്റുകൾ, ഓരോ പ്രൊഡക്റ്റിലും ഒരു പർച്ചേസ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റുകൾ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും സേവ് കാർഡിൽ. നമുക്ക് പർച്ചേസ് പോയിന്റുകൾ കൂട്ടും. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് 500 രൂപ കിട്ടുന്നത്. നമ്മൾ അത് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 4000 പർച്ചേസ് പോയിന്റ് വരെ കിട്ടും. ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപയ്ക്ക് ഈക്വലന്റ് ആണ് 4000. അപ്പൊ ഒരു ID അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സേവ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4500 പർച്ചേസ് പോയിന്റ് നമുക്ക് കിട്ടും. നമ്മൾ റഫർ ചെയ്യുന്ന ഓരോ റഫറലിനും അവർ ഫ്രീ ആയിക്കോട്ടെ ആക്റ്റീവ് ആയിക്കോട്ടെ നമുക്ക് 100 രൂപ നമുക്ക് റഫറൽ പർച്ചേസ് പോയിന്റ് ആയിട്ടും കിട്ടും. അതിന് പുറമെ അവർ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ 500 പർച്ചേസ് പോയിന്റ് വീണ്ടും കിട്ടും. ഇങ്ങനെ നമുക്ക് പർച്ചേസ് പോയിന്റുകൾ അക്യൂമുലേറ്റ് ചെയ്യാം. ഇത് ഏത് സമയത്ത് വേണമെങ്കിൽ, ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഈ പർച്ചേസ് പോയിന്റുകൾ റിഡീം ചെയ്യാം. ഇതിന് പുറമെ ഒരു 99 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മൾ വാലറ്റിൽ നമ്മളൊരു കോംപ്ലിമെന്ററി എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് സേവ് ആപ്പിൽ വരുന്നതിന്. ഓക്കെ, ഫ്രീ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സേവ് ആപ്പ് ഉണ്ട്. ഇത് റഫർ ചെയ്യാം. ഫ്രീ കാർഡുകളുണ്ട്. ഇങ്ങനെ പലവിധ ബെനിഫിറ്റുകളും നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്ക് ജസ്റ്റ് അതിന്റെ ലിങ്ക് നമുക്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഈ ആപ്പ് ഉപയോഗിക്കുക, ആപ്പ് ഷെയർ ചെയ്യുക. ഈ 3 കാര്യങ്ങളും മാത്രമേ അതിന് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ബെനിഫിറ്റുകൾ കിട്ടും. ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൺസെപ്റ്റ് ആണ്. ഇതിന് 2 വേർഷൻ ഉണ്ട്. ഒരു പ്രീമിയം വേർഷൻ ഉണ്ട്, ഒരു പോപ്പുലർ വേർഷൻ ഉണ്ട്. പോപ്പുലർ വേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. പ്രീമിയം വേർഷൻ വരാൻ പോകുന്ന ഒരു അപ്ലിക്കേഷൻ ആണ്. ഈ വരാൻ പോകുന്ന അപ്ലിക്കേഷനും കുറെ ഫീച്ചേഴ്സ് അഡീഷൻസ് ഉണ്ടായിരിക്കും. അതിന്റെ കോസ്റ്റും ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ഷെയറിംഗ് മെത്തേഡും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 2 പ്രൊഡക്റ്റുകളും വെച്ചുകൊണ്ട് നമുക്ക് ഒരു ലൈഫ് ടൈം ബിസിനസ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഈ കിട്ടുന്ന ഇൻകം നമ്മൾ ഒരു 4 കാറ്റഗറിയിലായിട്ടാണ് ഈ ഇൻകം നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമുക്കൊരു ബേസിക് നെറ്റ്വർക്ക് ഇൻകം എന്ന് പറയാം. നമുക്ക് 4000 രൂപയാണ് കമ്പനിയുടെ റവന്യൂ വരുന്നത്. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നമ്മളിലോ നമ്മുടെ ടീമിലോ നമ്മുടെ കമ്പനിയിലോ എവിടെ സെല്ല് ചെയ്താലും കമ്പനിയെ സംബന്ധിച്ച് അതിന്റെ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4000 രൂപയാണ്. ആ 4000 രൂപ ഷെയർ ചെയ്യാം. അത് ഡയറക്റ്റ് ഇൻകം ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻകം ആയിട്ടും ഷെയർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഇൻകം.
പിന്നെ ഇത് നമ്മൾ ഫാമിലി യൂസർ യൂസ് ചെയ്യുമ്പോൾ, ഫാമിലി യൂസർ എന്ന് പറയുന്നുണ്ടെങ്കിൽ 3 ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളാണ് ഫാമിലി യൂസർ ആവുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി യൂസർ ബെനിഫിറ്റ് കൂടി അവൈൽ ചെയ്യാം. പിന്നെ വരുന്നത് ഈ ബിസിനസ് നല്ല രീതിയിൽ ഏറ്റെടുക്കുന്ന ലീഡേഴ്സ്, അല്ലെങ്കിൽ ലീഡറായി മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര്, നമ്മളെ ടീം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, ഒരു ടീം ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് ബോണസ് ഉണ്ട്. ക്യാഷ് ഫോമിൽ തന്നെയാണ്, ക്യാഷ് തന്നെയായിരുന്നു എന്നിട്ട് വരുന്നത്. അവ ലീഡർഷിപ്പ് ബോണസും അതിൽ നിൽക്കുന്നുണ്ട്. നാലാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് ഇൻകം. നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാവുക. ഈവൻ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു, അവിടെ സേവ് ആപ്പിന്റെ ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു നാലാമത്തെ കാറ്റഗറി. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്ക് ഇൻകം, ഒരു ഫാമിലി യൂസർ ബെനിഫിറ്റ്, ഒരു ലീഡർഷിപ്പ് ബോണസുകൾ, പിന്നെ ഒരു പാസീവ് ഇൻകം. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ നാല് കാറ്റഗറിയിലും നമുക്ക് ബേസിക് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും? നമുക്കൊരു റെഫറൽ ഇൻകം കിട്ടും. ഇതൊരു ഹൈബ്രിഡ് പ്ലാൻ ആയിട്ടാണ് കമ്പനി ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തില് ഹൈബ്രിഡ് പ്ലാൻ ആയിട്ടാണ് കമ്പനി ഇൻകം സെറ്റ് ചെയ്തിരിക്കുന്നത്. റെഫറൽ ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്, ബൈനറി ഉണ്ട്, റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ്സ് ഉണ്ട്. റെഫറൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതും, ലെവൽ ഇൻകം എന്ന് പറയാൻ നമ്മൾ റെഫർ ചെയ്തു, അവർ റെഫർ ചെയ്തു അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിന്ന് ആക്ടിവേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഇൻകം. ബൈനറി ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ 2 സൈഡിലും നടക്കുന്ന, റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ എ ടീമോ ബി ടീമോ അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ നടക്കുന്ന ടീമിൽ നടക്കുന്ന ഒരു മാച്ച് ഇൻകം, പിന്നെ റാങ്ക്സ് ആൻഡ് ഇൻസെന്റീവ്. ഇങ്ങനെ 4 കാറ്റഗറി അതിൽ നമുക്ക് നെറ്റ്വർക്ക് ഇൻകത്തിലുണ്ട്. ഇതില് റെഫറൽ ഇൻകം നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആക്ടിവേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 800 രൂപയാണ് റെഫറൽ ഇൻകം. ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ പ്രീമിയം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പോപ്പുലർ വേർഷൻ ആണെന്നുണ്ടെങ്കിലും 800 രൂപ നമുക്ക് റെഫറൽ ഇൻകം കിട്ടും. ഇത് ആ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ നടക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എത്ര പേർക്ക് കൊടുക്കുന്നു, നമുക്ക് ഇവിടെ ലിമിറ്റേഷൻ ഒന്നുമില്ല. എത്ര പേർക്ക് വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം, എപ്പോ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ കാലത്തും ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഒരു മാർക്കറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്രയും വൈഡാണ്. നമ്മൾ അഡ്രസ് ചെയ്യുന്ന സബ്ജക്റ്റും പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു വൈഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് എല്ലാ കാലത്തും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് റഫറിൽ എന്തൊക്കെ ചെയ്യുന്നു അന്നൊക്കെ നമുക്ക് 800 രൂപ നമുക്ക് റഫറിലേക്ക് കിട്ടും. അത് മാത്രല്ല, നമ്മൾ റെഫർ ചെയ്ത ആൾക്കാര് എന്നെല്ലാം നമ്മുടെ സേവ് ആപ്പിൽ നിന്ന് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു, അതിന്റെ 20% നമുക്ക് മാർജിൻ ആയിട്ട് കിട്ടും, റെഫറൽ ബോണസ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് റെഫറൽ ഇൻകം തന്നെ നമുക്ക് 2 ആംഗിളിൽ നിന്നാണ് വരുന്നത്. ഒന്ന്, നമുക്ക് സേവ് ആപ്പ് റെഫർ ചെയ്ത് കിട്ടുന്ന 800 രൂപ, അതൊരു വൺ ടൈം ആണ്. കാരണം ഒരു ആക്ടിവേഷന്റെ സമയത്തല്ലേ നടക്കുന്നുള്ളൂ. ആ 800 രൂപ കിട്ടും. പക്ഷെ നമ്മളൊരു 10 പേർക്കോ 20 പേർക്കോ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 20 പേരും എന്തെല്ലാം പ്രൊഡക്റ്റ് നമ്മുടെ സേവ് ആപ്പ് നിന്ന് വാങ്ങിക്കുന്നു, അപ്പോഴെല്ലാം അതിന്റെ മാർജിന്റെ 20%. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഇപ്പൊ നമ്മുടെ കയ്യിൽ സാരി ഉണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്, അങ്ങനെ പല നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള നമ്മളിപ്പോ പുറത്തുനിന്ന് കടകളിൽ നിന്നും മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്നും മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു, ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 100-200 രൂപയൊക്കെ കമ്പനിക്ക് ലാഭം ഉണ്ടാവാം, 50-100. അത് സബ്ജക്റ്റഡ് ആണ്. അതിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ, ക്വാളിറ്റി, അങ്ങനെ പല വെച്ചിട്ട് ഫിക്സഡ് മാർജിൻ അല്ലല്ലോ. പല പ്രൊഡക്റ്റുകൾക്കും പല മാർജിനാണ് ഉണ്ടാവുക. സപ്പോസ് ഒരു 200 രൂപ മാർജിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ 200 രൂപയുടെ 20% നമുക്ക് കിട്ടും. നമ്മളൊരു 100 ആക്റ്റീവ് മെമ്പേഴ്സിനെ, അല്ലെങ്കിൽ വേണ്ട ഒരു 20 ആക്റ്റീവ് മെമ്പേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ 20 ആക്റ്റീവ് മെമ്പേഴ്സും നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഫ്രീ മെമ്പർ ആയിക്കോട്ടെ, ആക്റ്റീവ് മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ആപ്പിലേക്ക് റെഫർ ചെയ്തു എന്നുള്ള അർത്ഥം ഉദ്ദേശിച്ചത്. ഈ 20 മെമ്പേഴ്സും അത് 20 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അവർ റീചാർജ് ചെയ്യുന്നുണ്ട്, അവരെന്തെങ്കിലുമൊക്കെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ സേവ് ആപ്പിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. ആ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന്റെ 20% കിട്ടും.
അപ്പൊ നമുക്ക് റഫറൽ ബോണസ് തന്നെ എല്ലാ കാലത്തും നമുക്ക് റഫറൽ ബോണസ് കിട്ടുന്നതാണ്. ഏതൊരു നെറ്റ്വർക്ക് കമ്പനിയിലും അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റഫറൽ ഇൻകം. വൺ ടൈം ആണത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ കസ്റ്റമർ വീണ്ടും വീണ്ടും റഫറൽ ബോണസ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ബിസിനസ് കൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാക്സിമം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. മാക്സിമം ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇന്നത് എന്ന് പറയുന്നില്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പൊ ഈ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റഫറൽ ഇൻകം തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാം. ഇതാണ് ഒരു ഫസ്റ്റ് ഇൻകം. രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ലെവൽ ഇൻകം.